സൂര്യാസ്തമയത്തിന് ശേഷം ദേശീയ പതാക താഴ്ത്താതിരിക്കുന്നത് കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി. ദേശീയ പതാകയോട് അനാദരവ് കാണിക്കാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല. 2015 ഓഗസ്റ്റ് 15 അങ്കമാലി മുനിസിപ്പാലിറ്റി സെക്രട്ടറി വിനു സി കുഞ്ഞപ്പനെതിരെ എടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, ആരാണ് ഈ കേസ് കൊടുത്തത്? ഇനി ഇങ്ങനെ ഒരു വിധി വന്ന സ്ഥിതിക്ക് സമാനമായ കേസുകളിലെല്ലാം ഈ ഒരു കാര്യമായിരിക്കുമല്ലോ ബാധകമാവുക, അല്ലേ? ലക്ഷ്മി, നമുക്കറിയാം ഈ ദേശീയ പതാക സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തുകയും അത് പിന്നീട് സൂര്യാസ്തമയത്തിന് ശേഷവും താഴ്ത്താതിരിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച് വലിയ പരാതികൾ ഉയരുകയും എല്ലാ വർഷവും തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ മാധ്യമങ്ങളിൽ വാർത്ത വരികയും ഒക്കെ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ഏതായാലും ഹൈക്കോടതി ഈ ഉത്തരവിട്ടിട്ടുള്ളത് 2015 അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിക്ക് എതിരെ എടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ്. കാരണം അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഓഗസ്റ്റ് 15 2015 ഓഗസ്റ്റ് 15 ഈ ദേശീയ പതാക ഉയർത്തുകയും 17 വരെ അത് താഴ്ത്താതിരിക്കുകയും ചെയ്തിരുന്നു. ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധിയിൽ പറയുന്നത് അത്തരത്തിൽ ഒരു ബോധപൂർവമായ അനാദരവ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. 1971 ഇത്തരത്തിൽ ഈ ദേശീയ ചിഹ്നങ്ങളോട് അനാദരവ് കാണിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ 2 പ്രകാരം അതിൻ്റെ പരിധിയിൽ ഇത് വരുന്നില്ല. അതായത് സൂര്യാസ്തമയത്തിന് ശേഷവും ഈ ദേശീയ പതാക താഴ്ത്തിയില്ല എന്ന കുറ്റം ദേശീയ ചിഹ്നങ്ങളെ അവഹേളിക്കുന്നതാണ്, അനാദരവ് കാണിക്കുന്നതാണ് എന്നതിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. പകരം ദേശീയ പതാക കത്തിക്കുക, അല്ലെങ്കിൽ ചുരുട്ടി എറിയുക, വികൃതമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് വരുന്നത്. ഏതായാലും ബോധപൂർവമല്ലാതെ അല്ലെങ്കിൽ മറവി കൊണ്ടോ മറ്റോ ഈ രീതിയിൽ ദേശീയ പതാക സൂര്യാസ്തമയത്തിന് ശേഷം താഴ്ത്താതിരുന്നാൽ കുറ്റകരമല്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഏതായാലും ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും ഇത്തരത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കോമൺ ഓർഡർ ആയിട്ടല്ല ഇത് വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലാണ്. പക്ഷേ ഇനി തുടർ നാളുകളിൽ ഇതൊരു പക്ഷേ ഒരു നിയമമായി വരാൻ അല്ലെങ്കിൽ കോടതിയുടെ ഈ വിധി വെച്ച് ഇത്തരത്തിലുള്ള കേസുകൾ റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.